ഹായ് ഫ്രണ്ട്സ്, രാവിലെ എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ഐഡിയ വന്നത്. അരിപ്പൊടി ഇല്ലാത്ത സമയത്ത് ആട്ടപ്പൊടി ഉണ്ടായിരുന്നു. ആട്ടപ്പൊടി ഒരു റാക്കിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നേരെ ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഉപ്പിട്ട് കുഴച്ചെടുത്തിട്ടോ. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒക്കെ ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ കൈയിൻ്റെ വിരൽ കൊണ്ട് അമർത്തി. അപ്പം ഇത് ആട്ടപ്പൊടി റാക്കിലേക്ക് ഇട്ടപ്പോൾ ഒന്നും വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്ത ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതുപോലെ ആക്കിയതിന് ശേഷമാണ് തോന്നിയത് ഇതൊരു വീഡിയോ ആക്കി എടുത്താലോ. അങ്ങനെയാണ് ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെതാ ഞാൻ ഒക്കെ ഓരോരോ പാമ്പിൻ്റെ കോലത്തിലാക്കിയിട്ട് കത്തി കൊണ്ട് ചെറുതായി ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം കയ്യിലിട്ട് നന്നായി ഉരുട്ടിയിട്ട് നമ്മളെ ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഞാനൊന്ന് അമർത്തിയിട്ട് എല്ലാ പിടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിടിയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മസാലപ്പൊടി, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ആ വെള്ളത്തിലിട്ട് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഓരോരോ പിടി ഇങ്ങനെ വേറിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഇട്ടത് വെന്തിട്ട് പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ വേവ് മനസ്സിലാക്കേണ്ടത്. ആട്ടപ്പൊടി വെന്ത് വരുമ്പോൾ വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ പൊന്തി നിൽക്കൂട്ടോ. അപ്പം നമ്മൾ മനസ്സിലാക്കാം മാവ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടെന്ന്. കുറച്ചും കൂടി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ വേവിച്ച് വെച്ചിരുന്നു. ആ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനത് തൂമിച്ചെടുത്തിട്ടോ. തൂമിച്ചെടുക്കുമ്പോൾ മറന്നു പോയതാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ്റെ മസാലയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വറവിട്ട് കൊടുക്കട്ടോ. വറവിട്ട് കൊടുത്തതിന് ശേഷം ഇതേ ലൂസിൽ ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ക്യാമറ ഒന്ന് ചെരിഞ്ഞു പോയിട്ടോ. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.